KPCC പുനഃസംഘടനയിൽ ഇടഞ്ഞ് മലങ്കര ഓർത്തഡോക്സ് സഭ. ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ പരസ്യ പ്രതികരണവുമായി ഗീവർഗീസ് മാർ യൂലിയൂസ്. അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും സഭയുടെ മക്കൾ. സഭ അവരെ കൈവിടില്ല. മലങ്കര സഭ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയെന്ന് കരുതരുതെന്നും ഗീവർഗീസ് മാർ യൂലിയൂസ്. ഒരു മാർഗവുമില്ല എങ്കിൽ സ്വരം മാറുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് താക്കീത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ല എന്നും പരാമർശം. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ അയ്യപ്പൻ, കോൺഗ്രസ് മാറ്റി നിർത്തിയാലും അബിൻ വർക്കിയും ചാണ്ടി ഉമ്മനും തങ്ങളുടെ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് നിർത്തുകയാണ് മലങ്കര സഭ. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത് കേരള രാഷ്ട്രീയത്തിലൊരു ടേണിംഗ് പോയിന്റ് ആവാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും കടുത്ത വിമർശനമാണ് ഇപ്പോൾ പുനഃസംഘടനാ വിഷയത്തിൽ ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അബിൻ വർക്കിക്കും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സഭ ഹാൻഡിലുകൾ നിലപാട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ പരസ്യ പ്രസ്താവനയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചാണ്ടി ഉമ്മൻ കൂടി പങ്കെടുത്ത ഓർത്തഡോക്സ് സഭയുടെ യുവാക്കളുടെ ഒരു സംഘടന പ്രഗതി എന്ന് പറയുന്ന പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചത്. ഒരു രാഷ്ട്രീയ വിമർശനം തന്നെ സഭയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല നേതാക്കൾ സഭയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും പലയിടങ്ങളിലും സഭയിൽ നിന്നുള്ള പ്രതിനിധികൾ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. സഭയ്ക്കെതിരെ എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ പലർക്കും ഉണ്ടായിരിക്കുന്നു. ഈ ചേപ്പാട് പള്ളിയിലെ സംഭവം അതാണ് വ്യക്തമാക്കുന്നത്. അതിന് പുറമെ ഇപ്പോൾ കോൺഗ്രസിലെ പുനഃസംഘടനാ വിഷയത്തിലും അതിശക്തമായിട്ടുള്ള വിയോജിപ്പ് ഓർത്തഡോക്സ് സഭ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു മാർഗവുമില്ലെങ്കിൽ ഈ സ്വരം മാറുന്ന നിലയിലേക്ക് എത്തിപ്പെടും എന്ന് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒരു ചെണ്ടയുമായി ഉപയോഗിച്ചാണ് ആർക്കും കൊട്ടാവുന്ന ഒരു ചെണ്ടയായി സഭ മാറി എന്നുള്ള ഒരു നിലപാടിലേക്ക് പലരും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയെങ്കിൽ എങ്ങനെ അടിച്ചാലും സഭയിൽ ഈ ചെണ്ടയിൽ ശബ്ദമുണ്ടാകും. പക്ഷേ സഹി കെട്ടുകഴിഞ്ഞാൽ സ്വരം മാറുന്ന നിലപാടിലേക്ക് സഭ എത്തും. അത്തരത്തിലുള്ള കടുത്ത നിലപാട് പ്രഖ്യാപിക്കാൻ സഭ മടിക്കില്ല എന്നുള്ള ഒരു സഭയിലെ അംഗങ്ങളെ പലയിടത്തും തഴയാൻ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം കൂടി മലങ്കര സഭ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ അതിന്റെ? തീർച്ചയായിട്ടും സഭയുടെ മക്കളാണ് ചാണ്ടി ഉമ്മനും അബിൻ വർക്കിയും. ഈ കഴിഞ്ഞ പുനഃസംഘടനയിൽ ഇരുവർക്കും വേണ്ട രീതിയിലുള്ള പ്രാതിനിധ്യം ലഭിക്കാത്തത് വലിയ രീതിയിലുള്ള വിമർശനമായിരുന്നു. ചാണ്ടി ഉമ്മൻ ഇക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. തനിക്ക് നേരത്തെ തന്നെ പദവിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യ പ്രസ്താവന നടത്തിയിരുന്നു. അബിൻ വർക്കിക്കുകയും ഇത്തരത്തിൽ താൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ തനിക്ക് ഇത്തരത്തിൽ പദവി ലഭിക്കാതെ പോയത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനത്തിൽ ദേശീയ നേതൃത്വത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നു. ഈ രണ്ട് സഭയിൽ നിന്നുള്ള രണ്ടുപേരുടെയും മാറ്റി നിർത്തൽ, സഭാ അംഗങ്ങളായിട്ടുള്ള രണ്ടുപേരുടെയും മാറ്റി നിർത്തൽ ഓർത്തഡോക്സ് സഭയെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഭയുടെ മക്കളാണ്. സഭ ഒരിക്കലും ഇവരെ കൈവിടില്ല. ഇവരെ പരിഗണിക്കേണ്ടത് ഇടത്ത് പരിഗണിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സഭാ നേതൃത്വം മുന്നണിക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എക്സിറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു അതൃപ്തി അറിയിച്ചുകൊണ്ട് ചാണ്ടി ഉമ്മൻ പരസ്യമായ രംഗത്തെത്തിയില്ലെങ്കിലും ഇത്തരത്തിലുള്ള അണിയറ നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ അവസരത്തിൽ അദ്ദേഹം എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു പ്രസംഗത്തിൽ, ഈ മറുപടി പ്രസംഗത്തിൽ പക്ഷേ ഈ വിഷയത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മറുപടി പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സഭ തങ്ങളുടെ അംഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ അങ്ങേയറ്റം അഭിമാനമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണത്തിൽ ചാണ്ടി ഉമ്മൻ്റെ നിരാശ അത് വ്യക്തമായിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. തനിക്കും മോശം രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസത്തിൽ തന്നെ തനിക്കെതിരെ പാർട്ടി നടപടിയെടുത്തു. തന്നെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട്, ഓവർസീസ് കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഒരു നടപടിയെടുത്തു. തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ താൻ സ്വയമേവ രാജിവെച്ച് പോകുമായിരുന്നു. തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള നടപടി എന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചതിൻ്റെ പ്രതികരണമായി അദ്ദേഹം പറഞ്ഞിരുന്നു. പിന്നീട് അത്തരം കാര്യങ്ങൾ
വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞ് സംഘടനയ്ക്ക് കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയെങ്കിലും ഈ അതൃപ്തി തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് നടപടികളിലേക്ക് ചാണ്ടിയുമ്മനടക്കം നീങ്ങുന്നത്. എന്തായാലും ഈ പുനഃസംഘടന വലിയ രീതിയിൽ കോൺഗ്രസിന് തലവേദനയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്കകത്തും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പുതുതായി എത്തിയവർക്ക് സന്ദീപ് വാര്യർ അടക്കമുള്ളവർക്ക് പദവി നൽകുകയും ഇത്തരത്തിൽ പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് പദവി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ കടുത്ത വിമർശനം കോൺഗ്രസിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കുകയല്ലേ? വരും ദിവസങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് കേരളം ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയല്ലേ? തീർച്ചയായിട്ടും മലങ്കര സഭയുടെ ഈ നിലപാട് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് പള്ളിത്തർക്ക വിഷയത്തിലടക്കം തന്നെ ഇരു സഭകളുമായും അവരെ സമരസപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. പക്ഷേ CPM ആകട്ടെ ഇത്തരത്തിൽ സർക്കാർ എന്ന നിലയ്ക്ക് യാക്കോബായ സമൂഹത്തിന് യാക്കോബായ വിഭാഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയ്ക്ക് സപ്പോർട്ടായിട്ടുള്ള അവയ്ക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തെ തഴയുന്നു എന്നുള്ള നിലപാട് ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിലയിലാണ് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിനെതിരെ കൂടി ഓർത്തഡോക്സ് സഭ വലിയ നിലപാട് ശക്തമായിട്ടുള്ള എതിർത്തുകൊണ്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. മിഥുൻ, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, പൊതുരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു മത തീവ്രവാദത്തിനും സഭ കൂട്ടുനിൽക്കില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? തീർച്ചയായിട്ടും ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ തന്നെ മാറ്റി നിർത്തിയത് എന്നുള്ള ഒരു ചോദ്യം പുറത്തു വന്നത് അബിൻ വർക്കിയുടെ ഭാഗത്തു നിന്നാണ്. അബിൻ വർക്കി തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ അബിൻ വർക്കിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ തന്നെ മാറ്റി നിർത്തിയത് ഇങ്ങനെ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് രാഷ്ട്രീയമായി കോൺഗ്രസിനെ വലിയ രീതിയിൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പെല്ലാം അടുത്തു നിൽക്കുന്ന സമയത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമുണ്ട്, നിർണായകം കൂടിയാണ് ആ കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിലപാടുകൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രഖ്യാപിക്കുന്നത് രാഷ്ട്രീയമായി വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഈ നീക്കങ്ങൾ എങ്ങനെ എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ മാറ്റി നിർത്തപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പ്രസ്താവനകളും ഇതിന് അനുകൂലമായി ഈ ഒരു വിഷയത്തിൽ ഉയരുകയും ചെയ്തതാണ്. ഈ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായി ഇതിന് വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. തീവ്രവാദം കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുകയാണെന്നല്ലേ മലങ്കര ഓർത്തഡോക്സ് സഭ പറയാതെ പറയുന്നത്? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രാതിനിധ്യം ലഭിക്കാതെ പോയതിനെ കുറിച്ചുള്ള ഒരു പ്രതികരണമാണ് സഭാ നേതൃത്വം നടത്തിയതെങ്കിലും മത തീവ്രവാദ വിഷയം അടക്കം ഇക്കാര്യത്തിൽ നമുക്ക് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഈ ചേപ്പാട് പള്ളിയിലെ കുരിശ് തകർത്ത സംഭവം വലിയ രീതിയിൽ വിവാദമായിരുന്നു. വലിയ രീതിയിൽ അത് സഭാ അംഗങ്ങളെ മാത്രമല്ല എല്ലാ വിശ്വാസികളെയും ബാധിക്കുന്ന തരത്തിലേക്ക് ആ നടപടി നീണ്ടു എന്നുള്ള വിമർശനം ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ മത തീവ്രവാദ വിഷയങ്ങളിൽ സഭ ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇപ്പോൾ ശിരോവസ്ത്ര വിവാദമെല്ലാം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മന്ത്രി ശിവൻകുട്ടി അടക്കം, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം ഈ തീവ്രവാദ ആശയങ്ങൾ ഉന്നയിച്ച് ആ സ്കൂളിലേക്ക് കടന്നു കയറിയവരെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ ആ ഒരു അന്തരീക്ഷത്തെ തകർത്തവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സ്ഥിതിവിശേഷമുണ്ടായി. സ്കൂൾ അധികൃതരെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ വൃത്തങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇതടക്കമുള്ള വിഷയങ്ങളിൽ, മത തീവ്രവാദ വിഷയങ്ങളിൽ സർക്കാരും അതുപോലെ തന്നെ കോൺഗ്രസും കൃത്യമായിട്ടുള്ള ഒരു പോളറൈസേഷൻ, ഒരു മത ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ഇരു കൂട്ടരും കോൺഗ്രസും സ്വീകരിക്കുന്നുണ്ട്. അതിന് കൂട്ടുനിൽക്കാൻ ഒരിക്കലും സഭയ്ക്കാവില്ല എന്നുള്ള ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിലടക്കം ഇപ്പോൾ സഭാ നേതൃത്വം നടത്തിയിരിക്കുന്നത്. ശരി, വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനാണ് ചേർന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ രാഷ്ട്രീയവും
എന്നെ സംബന്ധിച്ച് പാർട്ടിയാണ് എല്ലാം. ഈ പാർട്ടി എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നും തരാതിരുന്നിട്ടില്ല. ഞാനിന്ന് MLA ആയിരിക്കുന്നത് എൻ്റെ പിതാവിനെ 53 വർഷക്കാലം രാജ്യത്ത് ഒരാളുമില്ല അങ്ങനെ ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. ഞാനത് വ്യക്തമാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കാം. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം അവിടെ പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പാർട്ടിയുമായിട്ടുള്ള ഇഷ്യൂസ് ഞങ്ങൾ പാർട്ടിക്കകത്ത് സംസാരിക്കും. പാർട്ടിക്കകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. പാർട്ടിക്കകത്ത് ഞങ്ങളുടെ വ്യക്തി പ്രശ്നങ്ങൾ എൻ്റെ നേതാവിനോട്, എൻ്റെ പ്രസിഡന്റിനോട്, എൻ്റെ നേതാക്കള് ശ്രീ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി സതീശൻ എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. അതിനകത്ത് വേറെ പരിഗണനകൾക്കൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമില്ല. അത് ഞാൻ പറയുന്നു. കണ്ടത് തനിക്ക് പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല എന്ന് ചാണ്ടി ഉമ്മൻ ആവർത്തിക്കുമ്പോഴും ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്. KPCC പുനഃസംഘടനയിൽ അതൃപ്തി ഉണ്ടെന്ന് പ്രതികരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. KPCC പുനഃസംഘടനയിൽ തനിക്ക് അതൃപ്തി ഉണ്ട്, അത് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. വികാരഭരിതനായുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. മിഥുൻ അയ്യപ്പൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ അയ്യപ്പൻ, ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? പാർട്ടിയോട് പൂർണ്ണമായും കൂറ് പുലർത്തുന്ന വ്യക്തിയാണ്. തനിക്ക് ഇത്തരത്തിലുള്ള എല്ലാ പരിഗണനകളും എന്താണ് വലിയ രീതിയിലുള്ള ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ ഒരു ആവശ്യമുണ്ടല്ലോ ഇക്കാര്യത്തിൽ സഭാംഗങ്ങൾ അല്ല. അത് തിരുമേനിയുടെ അഭിപ്രായം അത് സഭയുടെ രീതിയിൽ പറഞ്ഞു. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ആശയം, ആ ആശയം ഗാന്ധിയൻ ആശയമാണ്. അവിടെ എല്ലാവരും തുല്യരാണ്. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് സംസ്കാരത്തിൽപ്പെട്ടവരാണ് എല്ലാവരും തുല്യരാണ്. ആ തുല്യതയിലാണ് ഞാനും വിശ്വസിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അത് ഫോളോ ചെയ്തിരിക്കുന്നു. അത് സഭയുടെ കൺസേൺ സഭ പറഞ്ഞിരിക്കുന്നു. അത് അവരുടെ അഭിപ്രായം. സഭയുടെ ആശങ്കയിൽ കഴമ്പുണ്ടല്ലോ അല്ലേ? അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയില്ല. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചത്. സഭയുടെ ആശങ്കയിൽ കഴമ്പുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ മറുപടിയില്ല. പക്ഷേ സഭ ഓർത്തഡോക്സ് സഭ അവർക്ക് പറയാനുള്ളത് പറഞ്ഞു. അത് തനിക്ക് നേരിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ തനിക്ക് നേരിട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തൻ്റെ അഭിപ്രായം പാർട്ടിക്കകത്ത് താൻ പറഞ്ഞിട്ടുണ്ട്. പൊതുവേദിയിൽ അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാലും താൻക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്, അവഗണന നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. സഭയ്ക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് കേൾക്കേണ്ടവർ സഭയുടെ വാക്കുകൾ കേൾക്കണം എന്നുള്ളത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. അത് കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് ഈ സഭയുടെ ചോദ്യത്തിന് ഉത്തരം കോൺഗ്രസ് നേതൃത്വം പറയട്ടെ എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ കടുത്ത നിലപാടിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ചാണ്ടി ഉമ്മന് പ്രതികരിക്കാനില്ല. താനും അതുപോലെ തന്നെ സഭയുടെ ആശങ്ക, സമാനമായിട്ടുള്ള ആശങ്ക പാർട്ടി അറിയിച്ചിട്ടുള്ളതാണ്. പാർട്ടി ആവശ്യമുള്ള നിലപാട് എടുക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തനിക്ക് ചില വിഷമങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. ആ വിഷമങ്ങൾ തന്റെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അതായത് പുനഃസംഘടനയിലടക്കമുള്ള വിഷയത്തിലും അതുപോലെ തന്നെ നേരത്തെ തൻ്റെ സ്ഥാനത്തു നിന്ന് പുറത്താക്കിയ സംഭവത്തിലും, അതായത് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസം തന്നെ തൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയും തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് അടക്കം പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതടക്കം പുനഃസംഘടനയിലടക്കം നേരിട്ട അവഗണന തൻ്റെ പാർട്ടി നേതാക്കളോട്, പാർട്ടി നേതൃത്വത്തോട് താൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന്
പറയുന്നു. ഇത്തരത്തിൽ പൊതു ഇടത്തിൽ അത് അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ അത് ഉന്നയിക്കുന്നില്ല എങ്കിൽ പോലും പാർട്ടിക്കകത്ത് അത് ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അസ്വാരസ്യങ്ങൾ പുനഃസംഘടനാ വിഷയത്തിൽ വലിയ രീതിയിൽ നീറിപ്പുകയുക തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് എന്നുള്ളതാണ്. ആ നീറിപ്പുകയുന്നത് വലിയ ആളിക്കത്തുന്ന തലത്തിലേക്കുള്ള പ്രതികരണം സഭയുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ്. ഏതായാലും കോൺഗ്രസ് ഇതിന് എന്ത് മറുപടി പറയും എന്നുള്ളതാണ്. നമുക്കറിയാം ക്രിസ്ത്യൻ വോട്ടുകൾ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്നുള്ള വിമർശനങ്ങൾ വിലയിരുത്തലുകളെല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനെതിരെ കൂടി ക്രിസ്ത്യൻ സഭാ നേതൃത്വം, പ്രബലരായിട്ടുള്ള ഓർത്തഡോക്സ് സഭാ നേതൃത്വം തിരിഞ്ഞിരിക്കുന്നത്. സഭാമക്കളെ പൂർണ്ണമായും അവഗണിക്കുന്നു, സഭയെ അവഗണിക്കുന്നു. സഭയെ ഏതെങ്കിലും തരത്തിൽ ശരി മിഥുന അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.